മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഏതാണ്ട് ഒരു മാസം മുമ്പ് നവംബർ 3-ാം തീയതി ഡൽഹിയിലെ വിജ്ഞാന ഭവനിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അവിടെ അറ്റൻഡ് ചെയ്തു. 16 പേര് പങ്കെടുക്കേണ്ട മീറ്റിംഗിൽ ഏതാണ്ട് 7-8 പേരാണ് പങ്കെടുത്തത്. വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലെയും ഡിപ്പാർട്ട്മെന്റുകളിലെയും എല്ലാം ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ഹെറിറ്റേജ് പ്രോഡക്റ്റുകളും പ്രോസസ്സുകളുമെല്ലാം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന അതിനെക്കുറിച്ചാണ് കുറച്ചു നേരം ചർച്ച ചെയ്തത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സെക്രട്ടറി, പ്രൈം മിനിസ്റ്ററുടെ കൂടി സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു ദൗത്യം നമ്മളുടെ ഹെറിറ്റേജിലെ സയൻസ്, ടെക്നോളജി, സയന്റിഫിക് കൺസെപ്റ്റുകൾ അതെല്ലാം കൂടി ചേർത്ത് പുതിയ പ്രോജക്റ്റുകളും പുതിയ ഡിപ്പാർട്ട്മെന്റുകളും പുതിയ വർക്കുകളും എല്ലാം തുടങ്ങണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. സന്തോഷത്തോടു കൂടി പങ്കെടുത്തു. പ്രതീക്ഷിച്ച അത്രയുമൊന്നും അവർക്ക് ആർക്കും ഐഡിയ ഉള്ളതായിട്ട് കണ്ടില്ല. അതിൽ പങ്കെടുത്തവർക്കെല്ലാം കുറേശ്ശെ സമയം 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റൊക്കെ കൊടുത്തുള്ളൂ സംസാരിക്കാൻ. ആ സെക്രട്ടറി തന്നെ 10-20 മിനിറ്റ് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് പ്രസ് കോൺഫറൻസിന് എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. ആകെപ്പാടുകൂടി ഉദ്ദേശിച്ച ലെവലിലെ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതിൽ എനിക്കൊരു ദുഃഖം തോന്നി. ഈ ഹെറിറ്റേജ് പ്രോഡക്റ്റിലും ഹെറിറ്റേജിലും അത് എല്ലാ വിഭാഗത്തിലുള്ള ഹെറിറ്റേജിലും കഴിഞ്ഞ 10-50 വർഷമായിട്ട് വർക്ക് ചെയ്ത ഒരേ ഒരു വ്യക്തി ഞാനായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ മോഡേൺ സയൻസിന്റെ മണ്ഡലമാണ്. ആ മോഡേൺ സയൻസിന്റെ മണ്ഡലം, അതിലെ അറിവ്, അതിലെ സംവിധാനങ്ങള്, അതിലെ ഉപകരണങ്ങള് എങ്ങനെ ഹെറിറ്റേജ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ വിഷയം. അവരെല്ലാം പുറത്തുനിന്ന് ഹെറിറ്റേജിലേക്ക് നോക്കുന്നവരാണ്. ഞാൻ ഹെറിറ്റേജിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നവനും ഹെറിറ്റേജിൽ നിന്ന് അകത്തേക്ക് നോക്കിയവനുമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരാള്. അവരെന്നെ ദൗത്യം ഏൽപ്പിക്കാൻ കാരണം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഹെറിറ്റേജിൽ ഇത്രയും അധികം വർക്ക് ചെയ്തൊരു വ്യക്തിയില്ല. ഒരേ ഒരു വ്യക്തി ഹെറിറ്റേജിൽ വർക്ക് ചെയ്തതിന് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ബിരുദം UGC നേരിട്ട് കൊടുത്ത വ്യക്തിയും കൂടിയാണ്. ആ UGC ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന ബിരുദം കൊടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ കുറേയധികം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവിടുത്തെ അന്തരീക്ഷത്തിൽ അത്ര ഇതൊന്നും കണ്ടില്ല. ഏതായാലും ആ ഗവൺമെന്റ് കാര്യമുറ പോലെ എന്ന രീതിയിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു, ഞങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. തലേ ദിവസം തന്നെ നവംബർ 3-ാം തീയതി ആയിരുന്നു മീറ്റിംഗ്. നവംബർ 2-ാം തീയതി തന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് നമ്മുടെ IISH കമ്മ്യൂണിക്കേഷൻ ടീമിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ശ്രീ പ്രവീണിനെ വിളിച്ച്, പ്രവീൺ മംഗലാപുരത്തുള്ള ആളാണ്. പ്രവീണാണ് നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും IT കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പ്രവീണിനെ വിളിച്ച് പറഞ്ഞു, heritageproducts.com എന്നുള്ളത് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഡൊമൈനും ബാക്കിയുള്ളതെല്ലാം സെർവറെല്ലാം ബുക്ക് ചെയ്യണം. നാളെ മീറ്റിംഗിൽ ഞാനിത് പ്രസന്റ് ചെയ്യാൻ പോവാണ് എന്ന് നവംബർ 2-ാം തീയതി വിളിച്ചു പറഞ്ഞു. 2-ാം തീയതി രാത്രി തന്നെ അതെല്ലാം ബുക്ക് ചെയ്തു. 3-ാം തീയതി ഞാൻ അവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മീറ്റിംഗിൽ അതെല്ലാം പറയുകയും ചെയ്തു. അവർക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ഉദ്ദേശിച്ചത് ഇതായിരുന്നു, നമ്മളുടെ പ്രോഡക്റ്റുകൾ, നമ്മുടെ ഹെറിറ്റേജ് പ്രോഡക്റ്റുകൾ, അത് ആർക്കിയോളജിയിൽ പ്രോഡക്റ്റ് ഉണ്ട്, ആർട്സിൽ പ്രോഡക്റ്റ് ഉണ്ട്, ഹാൻഡ്ലൂംസിലുണ്ട്, ടെക്സ്റ്റൈൽസിലുണ്ട്, നമ്മുടെ ഗ്രാനൈറ്റ്, നമ്മുടെ ക്ലേ, സിറാമിക്സ്, വുഡ് തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും, ടെമ്പിൾസ്, മോണുമെന്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ തിരിച്ചു നോക്കി അതിനകത്തുള്ള കാര്യങ്ങൾ, അത് ഫുഡിലും വരും, കളറൻസും വരും, എല്ലാം ബാംബുവും വരും, എല്ലാം ചേർത്ത് ഭാരതത്തിലെ വൈവിധ്യമാർന്ന സംസ്ഥാനങ്ങളിലുള്ള പൈതൃകമായിട്ടുള്ള വസ്തുക്കൾ, അതിപ്പോൾ എവിടെയുണ്ട്,
അതെങ്ങനെ നമുക്ക് ലഭ്യമാകും, അതെങ്ങനെ വിദേശത്തുള്ളവർക്കും സ്വദേശത്തുള്ളവർക്കും പരിചയപ്പെടുത്താം, അതിൽ ഇൻഡസ്ട്രിയും അതിൽ ബിസിനസ് നടത്താൻ ആഗ്രഹമുള്ളവർക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോവുക, അത് എക്സ്പോർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അത് സ്മോൾ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെയിൽസും എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയണമെങ്കിൽ ആദ്യം എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം. പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാണ്ട് എങ്ങനെയാ മുമ്പോട്ട് പോകാൻ സാധിക്കുക? അപ്പം ഞാൻ അവരോട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സയന്റിസ്റ്റുമാരോട് പറഞ്ഞത് 100 ദിവസത്തിനകം ഞാനൊരു വെബ്സൈറ്റ് ഔട്ട്ലൈൻ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. പ്രയോജനപ്പെടുമെങ്കിൽ ചെയ്യുക, ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോകും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്നലെ 13 13 ഡേറ്റ്. നവംബർ 3-ാം തീയതി കഴിഞ്ഞിട്ട് ഡിസംബർ 13-ാം തീയതിയിലേക്ക് 40 ദിവസമായിരുന്നു. ഇന്നലെ വൈകുന്നേരം ആർക്കിയോളജി മോണുമെന്റിന്റെ ഒരു 70 പേജ് ഡീറ്റെയില് ഈ വെബ്സൈറ്റിന്റെ ഡിസൈനിൽ അകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആർക്കിയോളജിയിലെ 60 പേജ് അപ്ലോഡ് ചെയ്തിട്ട് വർക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. ഇന്നും നാളെയും ആയിട്ട് കുറെ കൂടി അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു വിദേശ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ വിശാഖപട്ടണത്തേക്കുള്ള യാത്ര കഴിഞ്ഞ് പിന്നെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ ഹിന്ദു ധർമ്മത്തിന്റെ പഠന ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഹെറിറ്റേജിനെ കുറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വെബ്സൈറ്റ് ആയിരിക്കും അത്. ഹെറിറ്റേജിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ല, ഹെറിറ്റേജിന്റെ കാര്യങ്ങൾ അറിയാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് എവിടേക്ക് പോകണം, അങ്ങനെ വിരൽ ചൂണ്ടുന്ന ഒരു വെബ്സൈറ്റായിട്ട് ഇത് മാറും എന്നുള്ളത് ഉറപ്പാണ്. 40 ദിവസം കൊണ്ട് ചെയ്തു തീർത്തത് അത് പ്രത്യേകിച്ച് പ്രവീണിനെ പോലെയുള്ള വ്യക്തികൾ, IISH കമ്മ്യൂണിക്കേഷൻ ടീമിന്റെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തി ഇത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏത് വ്യക്തിക്കും ഏത് കാര്യവും അറിയാൻ പാകത്തിന് പുതിയത് സജഷൻ വരുമ്പോഴത്തേക്ക് അപ്പം അപ്ലോഡ് ചെയ്യാനും സംസ്ഥാനങ്ങളെ തിരിച്ച് ഓരോ കാര്യങ്ങളും ലഭ്യമാക്കാനും അതിന് മെയിൻ ടൈറ്റിലും ABCD എന്ന് പറഞ്ഞ് Z വരെയുള്ള അക്ഷരമാലയുടെ ടൈറ്റിലില് അക്ഷരമാലയിൽ ചേർത്ത് അതിനകത്ത് Aയിൽ ആർക്കിയോളജി, Aയിൽ തന്നെ ആർട്സ്, അങ്ങനെയുള്ള Aയിൽ തന്നെ ആനിമൽ പ്രോഡക്ട്സ്, അങ്ങനെ Bയിൽ ബാംബു, അങ്ങനെ Cയിൽ കളറൻസ്, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിൽ ആൽഫബറ്റിക് ഓർഡറിൽ കൊടുത്ത് അതിന് സബ് ഡിവിഷൻ കൊടുത്ത് തുറക്കുമ്പോൾ തന്നെ ഏത് കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഉജ്ജ്വലമായ, എനിക്ക് തോന്നുന്നു വേൾഡിലെ ഇതുപോലെയുള്ള ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. heritageproducts.com ബുക്ക് ചെയ്യാൻ പറഞ്ഞു. .com കിട്ടിയില്ല. heritageproducts.in ഇന്ത്യ, ഈശ്വരാനുഗ്രഹം കൊണ്ട് കോമിന് പകരം ഇന്ന് കിട്ടുകയും ചെയ്തു. അത് ഇപ്പോ കൺസീൽഡ് ആണ്. കുറെ കൂടി ഫില്ല് ചെയ്തതിന് ശേഷമേ പബ്ലിക്കിന് എൻട്രി കിട്ടുള്ളൂ. 40 ദിവസം കൊണ്ട്, ശരിക്കും 40 ദിവസം പോലും എടുത്തില്ല, 30 ദിവസമേ ആയുള്ളൂ. ഇതിന്റെ ഇനീഷ്യൽ വർക്ക് ബുക്ക് ചെയ്യാനും ബാക്കി എല്ലാത്തിനും ഒരു 10 ദിവസം പോയി. 30 ദിവസം കൊണ്ട് 100 ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് 30 ദിവസം കൊണ്ട് തീർത്തു. ദിവസത്തിന് കണക്കെടുക്കുകയാണെങ്കിൽ 40ാമത്തെ ദിവസം 60 പേജ് അപ്ലോഡ് ചെയ്ത് ഓരോ സബ് ടൈറ്റില് ആർക്കിയോളജി എത്തി. ഇനി ബാക്കി ആർട്സിന്റെയും എല്ലാം സാവധാനത്തിൽ അപ്ലോഡ് ചെയ്തിട്ട് പറഞ്ഞ കാലഘട്ടത്തെക്കാൾ മുമ്പില് അങ്ങനെ ഒരു സംവിധാനം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് വളരെ ഉത്തമ വിശ്വാസമുണ്ട്. ഒത്തിരി പേരുടെ സപ്പോർട്ടുമുണ്ട് അതിന്. യഥാർത്ഥത്തിൽ ഒരു കംപ്ലൈന്റും പറയാനില്ലാത്ത രീതിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രവർത്തകർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു. അത്രയും അധികം സപ്പോർട്ട് ലഭിക്കുന്നു. എല്ലാവരോടും നന്ദിയുണ്ട്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരോടും നന്ദിയുണ്ടെന്ന് പറയുന്നു. പ്രണാമം, നമസ്കാരം.